കലാപ്പുഴ എന്ന് പറയുന്ന സ്ഥലമാണിത്. കോഴിക്കോട് ജില്ലയിലെ തിക്കോടിക്കടുത്തുള്ള, തിക്കോടിയിൽ നിന്ന് ഏകദേശം ഒരു 3.5-4 കിലോമീറ്റർ അടുത്തുള്ള സ്ഥലമാണിത്. കോഴിക്കോട് ജില്ലയിലെ തിക്കോടിയിൽ നിന്നൊരു 4 കിലോമീറ്ററിന് അകത്ത് വരുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ നല്ല കായലാണ്, നമ്മളെ കുട്ടനാട്, അതായത് ആലപ്പുഴ പോലത്തെ വലിയ കായലാണ്, പരന്ന് കിടക്കുന്ന കായലാണ്. ഇവിടെ നല്ല ബോട്ട് സർവീസുണ്ട്. അപ്പോൾ ഈ ബോട്ട് സർവീസ് ബുക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുപോകുന്നത്. വൈകുന്നേരം 4 മണിക്ക് ശേഷം ഓരോ ആളുകൾക്കും 100 രൂപ വെച്ചിട്ട് അരമണിക്കൂർ വരെ കറക്കി കൊണ്ടുവരും. ഇപ്പോൾ അതിനുള്ള സംവിധാനമല്ല, 4 മണിക്ക് ശേഷമാണത്. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ ഇന്നിവിടെ ഇപ്പോൾ പകല് നല്ല ചൂടാണ്, പക്ഷെ ആളുകൾ കുറവാണ്. വൈകുന്നേരം 4 മണിക്ക് ശേഷം ആളുകൾ എത്തുകയുള്ളൂ. കായലും വെള്ളമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശർക്കര അച്ചുകൊണ്ട് വേറ് കൊണ്ടാലും വേദന ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അത് മധുരമുള്ള എന്ന് പറഞ്ഞൊരു കാര്യമില്ല. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ കായലും വെള്ളമൊക്കെ ഉണ്ട്, പക്ഷേ നല്ല ചൂടാണ്. ചൂടിന് വെള്ളമായിട്ട് ഒരു മാറ്റം കാണുന്നില്ല. അവിടെ വലിയൊരു ബോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. നല്ല പരന്ന് കിടക്കുന്ന ഒരുപാട് സ്ഥലമുണ്ട്. ഞാൻ നേരത്തെ ആലപ്പുഴ പോയിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാഴ്ചയാണ് ഇവിടെ. നമുക്ക് കണ്ണെത്താ ദൂരത്ത് പരന്ന് കിടക്കുകയാണ് കായൽ. അതൊക്കെയാണ് ഒരു വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് 4 മണിക്ക് ശേഷം കയറി നോക്കാം ഈ ബോട്ടിനകത്ത്. അതുവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഹൗസ് ബോട്ടും ഉണ്ട്, എല്ലാ ബോട്ടുകളും ഉണ്ട്. ഇവിടെ കരയിൽ നിന്ന് കുറച്ച് ആളുകൾ പോകുന്നുണ്ട്. 100 രൂപ വെച്ചിട്ട് അരമണിക്കൂർ ഓരോ ആളുകളെയും കറക്കി കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യാം. നമ്മൾ നേരെ തിരൂരിൽ നിന്ന് വന്നു. തൃശ്ശൂർ കണ്ണൂർ ലോക്കലുണ്ട് രാവിലെ 8:30 തിരൂരിൽ നിന്നുള്ള. അതിന് വന്നൊരു തിക്കോടി സ്റ്റേഷനിൽ ഇറങ്ങി. തിക്കോടി സ്റ്റേഷനിൽ നിന്നും ഇങ്ങോട്ട് 4 കിലോമീറ്റർ ഉണ്ട്. ഓട്ടോറിക്ഷ പിടിച്ച് പോന്നു. 75 രൂപ, 80, 90 അവർ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ഷെയർ ചെയ്ത് പോന്നാൽ പകുതി കൊടുത്താൽ മതി. ബഡ്ജറ്റ് സർവീസ് അങ്ങനെയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമുക്ക് 4 മണിക്ക് ശേഷം നോക്കാം. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ തരം ബോട്ടുകളും ഉണ്ട്. ചെറുതുണ്ട്, വലുതുണ്ട്, അതുപോലെ തന്നെ ഹൗസ് ബോട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസം തങ്ങാനുള്ള സംവിധാനമുണ്ട്. അതായത് ഫാമിലി ആയിട്ടും ബാച്ചിലറായിട്ടും ഫുൾ നൈറ്റ് തങ്ങുന്ന രീതിയിലുള്ള ബോട്ട് സർവീസും ഉണ്ട്. ഇതിൽ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഏത് നമ്പറിലും നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്യാവുന്ന, അന്വേഷിക്കാവുന്നതാണ്. നമ്മുടെ മലബാറിൻ്റെ കുട്ടനാട് അല്ലെങ്കിൽ മലബാറിൻ്റെ ആലപ്പുഴ എന്ന് പറയാം. ഈ ഭാഗത്തുള്ള ആളുകൾക്ക് കുട്ടനാട്ടിലോ അല്ലെങ്കിൽ ആലപ്പുഴ പോകേണ്ട കാര്യമില്ല. ഇവിടെ തന്നെ ധാരാളം ഉണ്ട്. പിന്നെ ഇതിനടുത്ത് തന്നെ തൊട്ടടുത്ത് ഓളോപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലം വേറെയുണ്ട്. അവിടെ തൊട്ടടുത്ത് നമുക്ക് സമയം കിട്ടാതെ നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. അത് മറ്റൊരു ദിവസം നമുക്ക് പോയി നോക്കാം. ഇവിടെ 4 മണിക്ക് ശേഷം പറഞ്ഞൊരു ക്യാപ്പ് ഇവിടെ കാണുന്നുണ്ട്. നമ്മളിവിടെ പാർട്ടികളൊക്കെ നടത്തുന്ന നല്ലൊരു ഹാളാണിത്. കായൽ ക്യാപ്സ് എന്ന് പറഞ്ഞൊരു ഹാളാണ്. ഇവിടെ തൊട്ട പുറകിൽ നമുക്കിവിടെ കായലും കാണാം. നല്ല തെങ്ങുകൾ തലവിരിച്ച് ഈ കായലിൻ്റെ അരികിൽ വിടർന്ന് നിൽക്കുന്ന ഈ കാഴ്ച അതിമനോഹരമാണ്. നമ്മളിവിടെ വന്നപ്പോൾ തന്നെ നമ്മളെ ജനങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ഒരു പത്രപ്രവർത്തകനാണ് അല്ലെങ്കിൽ ഒരു ന്യൂസ് ഏജൻസി ആണെന്നുള്ള ഒരു ധാരണയോടെ പല ആളുകളും സമീപിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഈ കായൽ. അവിടെയൊക്കെ ആളുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. പിന്നെ ഇവിടെ നേരത്തെ ഇവന് നമ്പർ കൊടുത്തിട്ടുണ്ട്. വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും അവർ ചെയ്യും. അതുപോലെ തന്നെ ബഡ്ജറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ഉല്ലാസ യാത്ര ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടും ഫലപ്രദമാണ് ഈ ഒരു ഭാഗം. നമുക്കിവിടെ കരയാണ് ഈ ഭാഗത്ത്. നമുക്ക് തിങ്ങി നിറഞ്ഞ തെങ്ങുകൾ നിൽക്കുന്നത് കാണാൻ മനോഹരമാണ് കാഴ്ച. പിന്നെ ഇവിടെ ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ചൂടുണ്ട്. വെള്ളം കാലുണ്ടായിട്ടൊന്നും കാര്യമില്ല. ചൂടിനൊരു മാറ്റമില്ല. നല്ല ഹ്യൂമിഡിറ്റി അടിക്കുന്നുണ്ട്. രത്തൂബ അടിക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ. മലബാറിൻ്റെ ഒരു കുട്ടനാട് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. കാരണം അത്രക്കും വൈബാണ് ഇവിടെ. അപ്പോൾ നമ്മളെ പുറകിൽ നിങ്ങൾക്ക് കാണാം, നമ്മളെ സൈഡിലായിട്ട് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഈ ഹാളാണ്. നമ്മൾ തിരിച്ച് അങ്ങോട്ട് ആ കരയിലേക്ക് പോകാം. നമുക്ക് അവിടെ പോയി നോക്കാം അവിടുത്തെ കാഴ്ചകൾ എന്താണെന്നുള്ളത്. ഈ ഗാർഡൻ്റെ പണി നടന്നു വരുന്നേ ഉള്ളൂ.
ഇതിനകത്തുള്ള ഒരു കായൽ കഫേ ആണ് ഇത്. വൈകുന്നേരമാണ് ഇതിൻ്റെ പ്രവർത്തനം. ഇത് മിസ്റ്റർ ഷാജഹാൻ ഇവിടെ ഈ ചെറിയ ക്യാപ്പിൻ്റെ കോപ്പിയാണ് ചെറിയ. ചെറിയ ചെറിയ മീനുകളുണ്ട് ഈ കരയിലൊക്കെ. ഇവിടെയൊക്കെ തോട്ടങ്ങളാണ്, നല്ല ഭംഗിയുള്ള തോട്ടങ്ങളും അപ്പോൾ തന്നെയല്ല നല്ല പൂലുള്ള സ്ഥലങ്ങളാണ്. നനവ് കിനിവുണ്ട്, അതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗി, നല്ലൊരു ആംബിയൻസ് നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് അന്വേഷിച്ചിട്ടൊക്കെയായിരുന്നു ഈ സ്ഥലം, ഇങ്ങോട്ട് എങ്ങനെ എത്താം, എങ്ങനെ വരാം എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ എത്തി. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറിയ റോഡ് കാണുന്നുണ്ട്. ട്രിപ്പ് അടിക്കുന്നുണ്ട്. 1/2 മണിക്കൂർ 100 രൂപ വെച്ചിട്ടാണ് ഇവർ വാങ്ങിക്കുന്നത്. അരമണിക്കൂർ കറക്കി കൊണ്ടുവരും. ഒരു 10-12 ആളുകളെ സംഘടിപ്പിച്ചിട്ടാണ് അങ്ങനെ പോകുന്നത്. ഇതേ സംവിധാനം ഓളോപ്പാറയിലുണ്ട്. പക്ഷെ അവിടെ 1 മണിക്കൂറാണ്, 100 രൂപ കൊടുത്ത 1 മണിക്കൂറാണ് അവർ അവിടെ സർവീസ് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു മാറ്റമുണ്ട്. ഇവിടെ അരമണിക്കൂർ, അവിടെ 1 മണിക്കൂറുണ്ട്. ഈ മാറ്റമേ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് നമുക്ക് പിന്നെ ഫാമിലിയായിട്ട് വന്നിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള മൺട്രോത്തുരുത്ത് ദ്വീപ് പോലത്തെ ഒരു ദ്വീപ് ഇതിൻ്റെ സെൻറ്ററിൽ കാണുന്നുണ്ട്. നമുക്ക് 4 മണിക്ക് ശേഷം അങ്ങോട്ട് പോയി നോക്കാം. അതിമനോഹര കാഴ്ചയുള്ള ഒരു പ്രദേശമാണ് ഇത്. ഇവിടെ നമുക്ക് എത്തിപ്പെടണം. നമുക്ക് കുറച്ച് ദൂരമുണ്ട്, പക്ഷേ ഇവിടെ എത്തിപ്പെട്ടാലും നല്ല വൈബാണ്. ഇവിടെ നമുക്ക് നമ്മുടെ പുറകിൽ മൊത്തം വിശാലമായ കായൽ നമുക്കിവിടെ കാണാം. അപ്പോൾ അങ്ങോട്ട് കാണുന്നില്ല. അതുപോലെ തന്നെ മൺട്രോത്തുരുത്ത് പോലത്തെ ഒരു ദ്വീപ് തന്നെ നടുവിനകത്ത് കാണുന്നുണ്ട്. ആ ദ്വീപിനകത്തേക്ക് ചിലപ്പം സവാരി ഉണ്ടായിരിക്കും. നമ്മൾ വന്ന സമയം വൈകുന്നേരം ആവണം, അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടും അതിമനോഹരമായ സ്ഥലം. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ഈ ഞായറാഴ്ചയാണ്, 27/4/2025. അപ്പോൾ നമുക്ക് തുടർന്ന് ഇതിൻ്റെ 2ാം പാർട്ട് കാണാം. അതുപോലെ തന്നെ നമുക്ക് വന്ന വഴി നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ നമ്മൾ ഏകദേശം കണ്ടു. ഇനി നമുക്ക് മറുകരയെ പോയി നോക്കാം. അവിടെ കെട്ടുങ്ങൽ തന്നെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുന്ന് ഉള്ള കാഴ്ചകൾ കാണാം. ആ ഭാഗത്തേക്ക് നീങ്ങാം. തട്ടിത്തിരിഞ്ഞ് 4 മണി ആവണമെങ്കിൽ മാത്രമേ നമുക്ക് ബോട്ട് കയറാൻ പറ്റുള്ളൂ. ഇവിടെ മറ്റും വന്ന സ്ഥിതിക്ക് നമുക്ക് ബോട്ട് കയറാതിരിക്കാൻ പറ്റും. നമുക്ക് ബോട്ട് കയറിയിട്ട് പോകാം. മലബാർ ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾ തിക്കോടി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ തിരിച്ച് പോകുമ്പോൾ, ട്രെയിൻ വരുന്ന ആളുകൾ തിരിച്ച് പോകുമ്പോൾ ഈ തിക്കോടിയിൽ ലോക്കൽ ട്രെയിൻ നിർത്തുകയുള്ളൂ. മറ്റേതെങ്കിലും ട്രെയിൻ അവിടെ നിർത്തുമെന്നുള്ള അന്വേഷിക്കുക. അല്ലെങ്കിൽ നേരെ നമുക്ക് വടകര പോയിട്ട് വടകര നിന്ന് കയറേണ്ടി വരും. വടകര എല്ലാ ട്രെയിനും നിർത്തുന്നുണ്ട്. ബോട്ട് കയറിയിട്ടുള്ള ഒരു സവാരി കാണാം. നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരും എത്തിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ തുടർ ഭാഗം നമ്മൾ കൊണ്ടുവരുന്നതാണ്. അതുപോലെ തന്നെ മറ്റനേകം വീഡിയോകളും നമ്മൾ തുടർന്ന് കൊണ്ടുവരുന്നതായിരിക്കും. എല്ലാവരെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ ബൈ.